ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ചിറ്റയുടെ വീട്ടിലത്തെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അച്ഛൻ വന്ന് വെഞ്ചരിച്ചിട്ട് അച്ഛൻ ഫസ്റ്റ് തിരികത്തിച്ച്, പിന്നെ കുടുംബനാഥയും കൂടി ഒരുമിച്ച് തിരികത്തിച്ച്. പിന്നെ അതിന് ശേഷം പാല് തിളപ്പിച്ചളഞ്ഞ് പാലും കുടിക്കാൻ തന്നതുപോലെ കൽക്കണ്ടവും ഉണക്കമുന്തിരിയും പിന്നെ പൊങ്ങപ്പവും അതിനുശേഷം പിന്നെ ചായയും തന്ന്. ഞാൻ വീട് ഫുള്ള് ചുറ്റിക്കാണിച്ചു തരാം. വീട് 2 നിലയാണ്. വീടിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പുറത്ത് കല്ല് വിരിച്ചിട്ടതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് പിടിപ്പിച്ചേക്കണം. വീട് കൊള്ളായിരുന്നു. ഉള്ളിലൊക്കെ നിറച്ച് ഒരു പച്ച കളറാണ്, സാധാ പച്ചയല്ല, വേറൊരു പച്ചയായിരുന്നു. ഒരു പച്ചയും ഉള്ളിലൊരു ലൈറ്റ് മഞ്ഞ പോലത്തെ ഒരു കളറായിരുന്നു. റൂമിന് ഒരു വെള്ളയും ഒരു പച്ച കളറായിരുന്നു. ബാത്റൂമൊക്കെ അതുപോലെ തന്നെ കൊള്ളായിരുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ ഹാളിൻ്റെ സൈഡിൽ തന്നെ ഹാളിനോടൊപ്പം തന്നെ ഡൈനിങ് റൂം പോലെ, അത് റൂമായിട്ടല്ല, ഹാളിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ടേബിളും ഇട്ടേക്കണത്. പിന്നെ തൊട്ടടുത്ത് ഒരു ബെഡ്റൂം, ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു അടുക്കള ഉണ്ടായി. അതിനെ മുട്ടി തന്നെ പുറത്തോട്ടും കൂടി ഒരു അടുക്കള ഉണ്ടായി, പണികളൊക്കെ സിമ്പിളാക്കാൻ. പിന്നെ വർക്ക് ഏരിയ, പിന്നെ സൈഡിൽ കൂടി ഫ്രണ്ടിലോട്ട് വരാനുള്ള വഴിയുണ്ടായി 2 സൈഡിൽ നിന്ന്, അടുക്കളയുടെ പുറത്തത്തെ അടുക്കളയുടെ അവിടെ കൂടി. പിന്നെ വീടിൻ്റെ സ്റ്റെപ്പ് ഉള്ളിൽ കൂടി തന്നെ ഇരുന്ന് പൊക്കത്തോട്ട് പോകാനുള്ള വീട്ടിൻ്റെ. പിന്നെ സ്റ്റെപ്പിന് ഓരോരോ കമ്പി നീളം വെച്ചിട്ടുള്ള കൈവരിയായിരുന്നു അവിടെ തേച്ച. പിന്നെ പൊക്കത്തോട്ട് കയറി ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരാൾ പോലെ ഉണ്ട്, അതിനോട് ചേർന്നാണ് ബാൽക്കണി വന്നേക്കണം. പിന്നെ അതിനോട് തൊട്ട് അടുത്തന്നെ ഒരു മുറിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വാർഡ്രോബ് ഉണ്ട്, അത് ചെയ്തേക്കണ അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ചാണ് ചെയ്തേക്കണ. അതുപോലെ സ്റ്റഡി ടേബിളും ചെയ്തേക്കണ അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ച് തന്നെയാണ്. ആ മുറിക്കും ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അപ്പുറത്തൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. അതും വലിയൊരു റൂം തന്നെയായിരുന്നു ബെഡ്റൂം. പിന്നെ അതിനും അതുപോലെ തന്നെ വാർഡ്രോബും അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ച് ഞാൻ ചെയ്തേക്കണത് കാരണം സ്പേസ് പോകാതെ തന്നെ അടിപൊളി വാർഡ്രോബൊക്കെ റെഡിയായി. റൂമിൽ നല്ല സ്പേസ് ഉണ്ട് കാരണം എല്ലാം ചെയ്തേക്കണ വാർഡ്രോബ് എല്ലാം ചെയ്തേക്കണ അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ച് തന്നെ. പിന്നെ റൂം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഹാളിലായിട്ട് ഒരു മേശ ചെയ്തിട്ടുണ്ട്, പൊക്കാൻ താഴ്ത്താൻ പറ്റുന്ന വിധത്തിൽ ഡ്രസ്സ് തേക്കാൻ വേണ്ടി. ഹാളിനോട് മുട്ടി തന്നെ വർക്ക് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്, തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി. വാഷിംഗ് മെഷീൻ അവിടെ തന്നെ വെച്ചേക്കണം. പിന്നെ പൊക്കത്തോട്ട് സ്റ്റെപ്പാണ്. ഞാൻ ചെന്നപ്പോൾ അത് അടഞ്ഞിടക്കണായിരുന്നു പൊക്കത്തോട്ട്. അപ്പം ഞാൻ ചിറ്റയുടെ കൊച്ച് പറഞ്ഞെന്ന് അതിങ്ങനെ വലിച്ചാൽ മതിയെന്ന്. പിന്നെ ഞാനത് വലിച്ച് തുറന്ന് പൊക്കത്തോട്ടൊക്കെ കയറി. പൊക്കത്തിന് അടിയിലോട്ടൊക്കെ നോക്കാൻ അടിപൊളിയായിരുന്നു. ഇപ്പോൾ വീടൊക്കെ കണ്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഐസ്ക്രീം കഴിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ കാണാം, ബൈ.